സ്വയം തിരിച്ചറിയാൻ 25 ചോദ്യങ്ങൾ. നിങ്ങൾ ഈ ലോകത്തിൽ ജനിച്ച നിമിഷം മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ചുറ്റുമുള്ള ലോകത്തിലായിരുന്നു. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും സമൂഹത്തിന്റെ അളവുകോലുകൾക്കനുസരിച്ച് വിജയങ്ങൾ നേടാനും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കാനുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഭൂരിഭാഗം സമയവും ഊർജവും ചെലവഴിച്ചത്. രാവിലെ ഉണരുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മൊബൈൽ സ്ക്രീനുകളിലും ജോലി തിരക്കുകളിലും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ദൂരം എന്നത് നമ്മുടെ കണ്ണുകളിൽ നിന്ന് നമ്മുടെ സ്വന്തം ഹൃദയത്തിലേക്കുള്ള ദൂരമാണ്. ആ ദൂരം കുറയ്ക്കുക എന്നതാണ് ഈ പുസ്തകത്തിന്റെ അഥവാ ഈ പരിശീലനത്തിന്റെ ലക്ഷ്യം. സോക്രട്ടീസ് പറഞ്ഞ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളാത്തതാണ്. നമ്മൾ പലരും ജീവിതം ജീവിക്കുകയല്ല, മറിച്ച് മുമ്പ് ആരോ പ്രോഗ്രാം ചെയ്തു വെച്ച ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലെ യാന്ത്രികമായി ജീവിച്ചു തീർക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത്ര വിജയം നേടാത്തത്? എന്തുകൊണ്ടാണ് കൈനിറയെ പണം ഉണ്ടായിട്ടും ഉള്ളിൽ മനസ്സമാധാനമില്ലാത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ: നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല. ഈ 25 ചോദ്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഈ പുസ്തകത്തിൽ നിങ്ങൾ കാണാൻ പോകുന്ന 25 ചോദ്യങ്ങൾ വെറുമൊരു ചോദ്യാവലിയല്ല. അവ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള തരംഗങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. മുഖംമൂടികൾ അഴിച്ചുവെക്കുക. സമൂഹത്തിനു മുന്നിൽ നല്ലവനാകാനും മിടുക്കനാകാനും നമ്മൾ അണിഞ്ഞിരിക്കുന്ന അദൃശ്യമായ പല മുഖംമൂടികളുമുണ്ട്. നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് ആ മുഖംമൂടികൾ മാറ്റുക എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. വ്യക്തത അഥവാ ക്ലാരിറ്റി നൽകുക. നിങ്ങൾ സത്യത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ മൂല്യങ്ങൾ, കോർ വാല്യൂസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും അടുത്തതായി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു റോഡ് മാപ്പ് നൽകാൻ ഈ ചോദ്യങ്ങൾ സഹായിക്കും. ആന്തരിക തടസ്സങ്ങളെ കണ്ടെത്തുക. നിങ്ങളെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത ഭയങ്ങൾ, മാറ്റിവെക്കൽ ശീലങ്ങൾ, നിങ്ങളെ തന്നെ പരിമിതപ്പെടുത്തുന്ന മോശം ചിന്തകൾ എന്നിവയെ വെളിച്ചത്തു കൊണ്ടുവരിക. ഈ പ്രവർത്തനം നമ്മളെ എങ്ങനെ സഹായിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. എൻഹാൻസ്ഡ് സെൽഫ് എസ്റ്റീം. നിങ്ങളുടെ മുൻകാല വിജയങ്ങളെയും നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെയും തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി നിങ്ങൾ ദാഹിക്കില്ല. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ തിരിച്ചറിയും. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ജീവിതത്തിൽ, കരിയറിലോ ബന്ധങ്ങളിലോ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ കൺഫ്യൂഷനുകൾ ഇല്ലാതെ നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് കൃത്യമായ തീരുമാനമെടുക്കാൻ ഈ സ്വയം തിരിച്ചറിവ് നിങ്ങളെ പ്രാപ്തനാക്കും. മാനസിക സമാധാനവും സന്തോഷവും, ഇന്നർ പീസ്. നിങ്ങളുടെ സന്തോഷം ബാഹ്യമായ കാര്യങ്ങളിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കുന്നതോടെ അനാവശ്യ സ്ട്രെസ്സും ആകുലതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ജീവിതത്തിന്റെ തുലനാവസ്ഥ, ലൈഫ് ബാലൻസ്. ആരോഗ്യം, കുടുംബം, ജോലി, സാമൂഹിക ജീവിതം എന്നിവയിൽ എവിടെയാണ് നിങ്ങൾക്ക് പിഴവ് പറ്റുന്നത് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കും. വായനക്കാരനോട് ഒരു നിർദ്ദേശത്തോടെ നമുക്ക് തുടങ്ങാം. പ്രിയ സുഹൃത്തെ, ഈ യാത്ര തുടങ്ങുന്നതിനു മുമ്പ് ഒരു ചെറിയ നിബന്ധനയുണ്ട്. ഇതിലെ ചോദ്യങ്ങൾ ഒരു പരീക്ഷാ പേപ്പർ പോലെ വേഗത്തിൽ എഴുതി തീർക്കാനുള്ളതല്ല. തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഫോൺ സൈലന്റിൽ വെച്ച് നിങ്ങളുടെ മനസ്സിനോട് മാത്രം സംസാരിക്കാൻ തയ്യാറായി ഇരിക്കുക. ചില ചോദ്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥനാക്കിയേക്കാം. ചിലവ നിങ്ങളുടെ കണ്ണുകൾ നിറച്ചേക്കാം. ഭയപ്പെടരുത്. ആ വേദനകളാണ് നിങ്ങളുടെ മാറ്റത്തിന്റെ തുടക്കം. നിങ്ങളോട് പൂർണ്ണമായും സത്യസന്ധത പുലർത്തുക. വരൂ, നമുക്ക് ഒരുമിച്ച് ആ യാത്ര ആരംഭിക്കാം. ഓർക്കുക, ഈ യാത്രയുടെ അവസാനം നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ, ഏറ്റവും മനോഹരമായ മനസ്സുള്ള ആ വ്യക്തിയെയാണ്. അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. അധ്യായം 1. നിങ്ങളുടെ ആഗ്രഹങ്ങളും ദീർഘവീക്ഷണവും. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്?
ലക്ഷ്യങ്ങൾ നമ്മുടെ യുക്തിയിൽ നിന്ന് വരുമ്പോൾ സ്വപ്നങ്ങൾ വരുന്നത് നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ ദാഹങ്ങളിൽ നിന്നാണ്. ഈ ചോദ്യത്തിലൂടെ നിങ്ങൾ കണ്ടെത്തേണ്ടത് സമൂഹത്തിന്റെ നിർബന്ധം കൊണ്ടല്ലാതെ നിങ്ങളുടെ മനസ്സ് ഉള്ളാലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വലിയ വീട്, വിദേശ യാത്രകൾ, അല്ലെങ്കിൽ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങുക, എന്തുമാകാം അത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകൾ നിശ്ചയിക്കരുത്. അവയാണ് നാളെ നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ജീവിതത്തിന്റെ മാപ്പുകൾ. പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് കൃത്യമായ സ്വപ്നങ്ങളില്ലാത്തത് കൊണ്ടാണ്. സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ദിശയറിയാതെ ഉലയുന്ന ഒരു കപ്പൽ പോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡയറി തുറന്നു വയ്ക്കൂ. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കുറിച്ചിടൂ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾക്കായി ചെയ്യാതെ പോയതിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്താപം തോന്നാൻ സാധ്യതയുള്ള ആ ഒരു കാര്യം എന്തായിരിക്കും? മരണക്കിടക്കയിലുള്ള മനുഷ്യരെ പരിചരിച്ച നഴ്സുമാർ കണ്ടെത്തിയ ഒരു വലിയ സത്യമുണ്ട്. മനുഷ്യർ മരിക്കാൻ നേരത്ത് സങ്കടപ്പെടുന്നത് അവർ ചെയ്ത തെറ്റുകളെ കുറിച്ചല്ല, മറിച്ച് അവർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഭയം കാരണം ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളെ കുറിച്ചാണ്. ഈ ചോദ്യം നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് ഒരു നിമിഷം കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ അത് ചെയ്യാൻ ധൈര്യം കാണിച്ചില്ലല്ലോ എന്നോർത്ത് പശ്ചാത്താപം തോന്നാൻ സാധ്യതയുള്ള ആ ഒരു കാര്യം എന്താണ്? അതൊരു ആഗ്രഹമാകാം, മാറ്റി നിർത്തിയ ഒരു ഹോബിയാകാം, അല്ലെങ്കിൽ സ്വന്തമായി തുടങ്ങാൻ ആഗ്രഹിച്ച ബിസിനസ് ആകാം. അത് ഇന്ന് തിരിച്ചറിഞ്ഞാൽ ബാക്കി ജീവിതം അതിനായി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നാളത്തെ പശ്ചാത്താപങ്ങൾ ഇല്ലാതാക്കാൻ ഇന്ന് തന്നെ ജീവിച്ചു തുടങ്ങൂ. സമയവും പണവും ഒരു തടസ്സമല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനോ, എന്താകാനോ, എന്ത് സ്വന്തമാക്കാനോ ആഗ്രഹിക്കും? നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മുടെ സ്വപ്നങ്ങളെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലിടുന്നത് എൻ്റെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്ന കാരണങ്ങൾ പറഞ്ഞാണ്. സാഹചര്യങ്ങളുടെ ഈ തടവറയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളെ മോചിപ്പിക്കാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, കൈ നിറയെ സമയവുമുണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ജോലി തുടരുമോ? നിങ്ങൾ എവിടെയായിരിക്കും ജീവിക്കുക? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? സാഹചര്യങ്ങളുടെ മതിൽക്കെട്ടുകൾ ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ മനസ്സ് പറന്നുയരുന്ന ഇടമാണ് നിങ്ങളുടെ യഥാർത്ഥ പാഷൻ. പണത്തിന്റെയും സമയത്തിന്റെയും അതിരുകൾ മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ പ്രതിഭയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയൂ. നിങ്ങളുടെ ജീവിതത്തിന് പ്രചോദനം നൽകുന്നത് എന്താണ്? ജീവിതം എപ്പോഴും സുഖകരമായിരിക്കില്ല. പരാജയങ്ങളും വീഴ്ചകളും നിരാശകളും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം. അങ്ങനെയുള്ള കറുത്ത നാളുകളിൽ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ അദൃശ്യ ശക്തി എന്താണ്? ചിലർക്കത് തങ്ങളുടെ മക്കളായിരിക്കാം, ചിലർക്ക് മാതാപിതാക്കളോടുള്ള കടമയായിരിക്കാം, മറ്റു ചിലർക്ക് സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആ ഇന്ധനം അഥവാ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. വാഹനത്തിന് ഇന്ധനം എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിന് ഈ ആന്തരിക പ്രചോദനം. ഇത് തിരിച്ചറിയുമ്പോൾ എത്ര വലിയ കൊടുങ്കാറ്റിലും തളരാതെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ആന്തരിക കരുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് തനിയെ ഒഴുകിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരിമിതപ്പെടുത്തുന്നത് എന്താണ്? പലരും വിചാരിക്കുന്നത് തങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് ശത്രുക്കളോ സാഹചര്യങ്ങളോ ആണെന്നാണ്. എന്നാൽ സത്യത്തിൽ നമ്മെ തടഞ്ഞു നിർത്തുന്ന വലിയൊരു മതിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഇതിനെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ എന്ന് വിളിക്കുന്നു. എനിക്കതിനുള്ള കഴിവില്ല, ഞാൻ ഒരു സാധാരണക്കാരനാണ്, എൻ്റെ ലുക്ക് മോശമാണ്, എനിക്ക് പ്രായമായി എന്നിങ്ങനെ നിങ്ങൾ സ്വയം നിർമ്മിച്ച് വിശ്വസിക്കുന്ന പരിമിതികൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഈ ആന്തരിക ശത്രുവിനെ കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ ശക്തിയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ചിറകുകൾ അരിയുന്നത്. ആ പരിമിതികളെ തിരിച്ചറിഞ്ഞ് ഇന്ന് തന്നെ അവയെ തച്ചുടയ്ക്കുക. അധ്യായം 2. കഴിഞ്ഞ കാലത്തെ വിലയിരുത്തൽ.
കഴിഞ്ഞ 12 മാസത്തിനിടെ നിങ്ങൾ നേടിയ ഏറ്റവും വലിയ വിജയങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. അത് വിജയങ്ങളെ പെട്ടെന്ന് മറക്കുകയും പരാജയങ്ങളെ മാത്രം ഓർത്തുവെക്കുകയും ചെയ്യും. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിങ്ങൾ നേടിയ ചെറുതും വലുതുമായ വിജയങ്ങൾ ഡയറിയിൽ കുറിക്കുക. അതൊരു വലിയ പ്രമോഷനാകാം, ഒരു പുതിയ നല്ല ശീലം തുടങ്ങിയതാകാം, കോപം നിയന്ത്രിക്കാൻ പഠിച്ചതാകാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ചെയ്ത ഒരു സഹായമാകാം. ഈ വിജയങ്ങൾ എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു വലിയ സന്ദേശം ലഭിക്കുകയാണ്. ഞാൻ വളരുകയാണ്, എനിക്ക് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും ഗണ്യമായി ഉയർത്തും. നിങ്ങളെ അഭിനന്ദിക്കാൻ മറ്റാരും വന്നില്ലെങ്കിലും നിങ്ങളുടെ നേട്ടങ്ങളെ നോക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തോളിൽ തട്ടി അനുമോദിക്കാൻ ഈ വിലയിരുത്തൽ സഹായിക്കും. കഴിഞ്ഞ 12 മാസത്തിനിടെ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ നിരാശകൾ എന്തൊക്കെയാണ്? വേദനാജനകമായ അനുഭവങ്ങളെ ഒളിച്ചു വെക്കുന്നതുകൊണ്ടോ അവയെ ഭയന്ന് ഓടിയതുകൊണ്ടോ കാര്യമില്ല. കഴിഞ്ഞ വർഷം നിങ്ങളെ തളർത്തിയ, നിങ്ങളെ കരയിപ്പിച്ച ആ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു ബിസിനസ് തകർച്ചയോ, ഒരു സൗഹൃദം തകർന്നതോ, സാമ്പത്തിക നഷ്ടമോ, അതോ പരീക്ഷയിലെ പരാജയമോ? ഈ നിരാശകളെ ധീരമായി അഭിമുഖീകരിക്കുക. ഇവിടെ നമ്മൾ സങ്കടപ്പെടാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. പകരം ആ പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനാണ്. തോൽവികൾ നമുക്ക് വലിയ തിരിച്ചറിവുകൾ തരും. ആ തെറ്റുകളെ ശരിയായി വിശകലനം ചെയ്താൽ ഭാവിയിൽ അവ ആവർത്തിക്കാതിരിക്കാനും കൂടുതൽ ശക്തമായി തിരികെ വരാനും ബൗൺസ് ബാക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അധ്യായം 3. നിങ്ങളും മറ്റുള്ളവരും. വ്യക്തിബന്ധങ്ങൾ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മറ്റുള്ളവരെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും തീർച്ചയായും നല്ല കാര്യമാണ്. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ഒരു നല്ല പിള്ള ആകാൻ വേണ്ടി സ്വന്തം താല്പര്യങ്ങളും മൂല്യങ്ങളും പണയം വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പേടിച്ച് പല കാര്യങ്ങൾക്കും നോ പറയാൻ കഴിയാതെ വരുന്നുണ്ടോ? ഇതിനെയാണ് പീപ്പിൾ പ്ലീസിംഗ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ അമിതമായി ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഓർക്കുക, ഈ ലോകത്തിൽ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ അതിരുകൾ കൃത്യമായി നിശ്ചയിക്കാനും ആവശ്യമുള്ളപ്പോൾ മര്യാദയോടെ നോ പറയാനും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങളെ സ്നേഹിക്കുക എന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് അതൊരു ആവശ്യമാണ്. ഉള്ളിൽ സന്തോഷമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ കഴിയില്ല. നിങ്ങൾക്കായി നിങ്ങൾ എത്ര സമയം മാറ്റിവെക്കാറുണ്ട്? ഒറ്റയ്ക്ക് ഒരു ചായ കുടിക്കുന്നത്, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്നത്, യാത്ര പോകുന്നത്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് വലിയ കാര്യങ്ങൾ വേണമെന്നില്ല. നിങ്ങളെ പുഞ്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടെത്തുക. സ്വയം പരിചരണവും സെൽഫ് കെയർ മാനസികാരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മറ്റാരുടെയുമല്ല, അത് നിങ്ങളുടെ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. അറിയാമെങ്കിലും അറിയാത്തതുപോലെ നടിക്കുന്ന കാര്യമെന്താണ്? ഈ ചോദ്യം വളരെ ആഴമേറിയതും അല്പം വേദനാജനകവുമായ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായി അറിയാവുന്ന ചില കൈപ്പേറിയ സത്യങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു സൗഹൃദം അല്ലെങ്കിൽ ബന്ധം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം, അല്ലെങ്കിൽ നാം ചെയ്യുന്ന ജോലി നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കുകയാണെന്ന കാര്യം, അതല്ലെങ്കിൽ നമ്മുടെ ചില മോശം ശീലങ്ങൾ നമ്മെ രോഗിയാക്കുകയാണ് എന്ന കാര്യം. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള ഭയം കാരണം നാം കണ്ണടച്ച് ഇരുട്ടാക്കും, ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കും. ഈ ചോദ്യം നിങ്ങളുടെ ആ മുഖം മൂടി അഴിച്ചുവെക്കാനും സത്യത്തെ ധീരമായി നേരിടാനും നിങ്ങളെ നിർബന്ധിക്കുന്നു. കള്ളങ്ങളിൽ അഭയം കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് സത്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. അധ്യായം 4. നിങ്ങളുടെ കഴിവും തൊഴിലും. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിൽ ഏറ്റവും മികച്ച പ്രവർത്തനം എന്താണ്? നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. വിദ്യാഭ്യാസം, ജോലി, കുടുംബം അല്ലെങ്കിൽ ജീവകാരുണ്യം
ഇതിൽ ഏത് മേഖലയിലായാലും ശരി, ഇത് ഞാനാണ് ചെയ്തത് എന്ന് ലോകത്തോട് വളരെ അഭിമാനത്തോടെ വിളിച്ചു പറയാൻ തോന്നുന്ന ആ ഒരു പ്രവൃത്തി എന്താണ്? മറ്റുള്ളവരുടെ വലിയ അംഗീകാരം കിട്ടിയത് കൊണ്ടാവണം എന്നില്ല. നിങ്ങളുടെ മനസ്സിന് ഏറ്റവും വലിയ സംതൃപ്തി തന്ന ആ ഒരു നിമിഷം കണ്ടെത്തുക. കഠിനമായ ഒരു പ്രോജക്റ്റ് വിജയകരമായി തീർത്തതാകാം, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സഹായമാകാം. നിങ്ങളുടെ ആ മാസ്റ്റർ പീസ് പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ യഥാർത്ഥ മൂല്യത്തെ നിങ്ങൾക്ക് കാട്ടിത്തരും. ഇപ്പറഞ്ഞതാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രവർത്തനം എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാം? മുൻ ചോദ്യത്തിന്റെ തുടർച്ചയാണിത്. ആ പ്രവർത്തനം മികച്ചതാണെന്ന് വിശ്വസിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഏത് പ്രത്യേക കഴിവാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്? ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ പ്രതിഭ ഏത് സാഹചര്യത്തിലാണ് ഏറ്റവും മികച്ച രീതിയിൽ പുറത്തു വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമ്മർദ്ദഘട്ടങ്ങളിലാണോ അതോ ശാന്തമായ അന്തരീക്ഷത്തിലാണോ നിങ്ങൾ മികച്ചതായി മാറുന്നത്? ഈ തിരിച്ചറിവ് ഭാവിയിൽ നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കും. 5 വർഷം മുമ്പ് ചെയ്ത ജോലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ചെയ്യുന്ന ജോലിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അന്നത്തെ ജോലിയും ഇന്നത്തെ ജോലിയും തമ്മിലുള്ള ബന്ധം എന്താണ്? 5 വർഷം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. 5 വർഷം മുമ്പത്തെ നിങ്ങളുടെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യുക. നിങ്ങൾ അറിവിലും പദവിയിലും സാമ്പത്തികത്തിലും വളർന്നോ എന്ന് നോക്കുക. അതോ ഒരേ സ്ഥാനത്ത് തന്നെ മാറ്റമില്ലാതെ നിൽക്കുകയാണോ? നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ ഇന്നത്തെ ജോലിക്ക് എങ്ങനെയാണ് തുണയായത്? പലരും ഒരേ തരം ജോലികൾ ചെയ്ത് ജീവിതത്തിൽ മടുത്തു പോകാറുണ്ട്. ഈ വിശകലനം നിങ്ങളുടെ കരിയർ ഗ്രാഫ് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും. വളർച്ചയില്ല എന്ന് തോന്നുകയാണെങ്കിൽ പുതിയ കഴിവുകൾ പഠിക്കാനും മാറ്റങ്ങൾക്ക് തയ്യാറാകാനും സമയമായി എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജോലിയിലെ ഏത് ഭാഗമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്? ഏത് ജോലിയിലായാലും നമ്മെ ആവേശഭരിതരാക്കുന്ന ചില ഭാഗങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് പുതിയ ആളുകളുമായി സംസാരിക്കുന്നത്, പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നത്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. നിങ്ങളുടെ ജോലിയിലെ ആ സന്തോഷ മേഖല ഏതാണെന്ന് തിരിച്ചറിയുക. ഇതിനെ സോൺ ഓഫ് ജീനിയസ് എന്ന് വിളിക്കാം. ഈ ഭാഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയം പോകുന്നതറിയില്ലായിരിക്കാം. ഇത് മനസ്സിലാക്കിയാൽ ഭാവിയിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആ മേഖലയിൽ ഒരു വിദഗ്ധനാകാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജോലിയിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് ഇഷ്ടമുള്ളത്? നമ്മൾ ചെയ്യുന്ന പല ജോലികളും പൂർണ്ണമായും ഇഷ്ടപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. ജോലിയിലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കടുത്ത മടുപ്പും മാനസിക സമ്മർദ്ദവും അനുഭവപ്പെടാം. ഉദാഹരണത്തിന് കണക്കുകൾ നോക്കുന്നത്, റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളെ അസ്വസ്ഥനാക്കുന്ന ആ ഭാഗം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. ഇത് തിരിച്ചറിഞ്ഞാൽ ഒന്നുകിൽ ആ കഴിവ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ആ ജോലി മറ്റൊരാൾക്ക് കൈമാറാൻ, ഡെലഗേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കാം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അധികം സമയം കളയാതെ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റാൻ ഇത് സഹായിക്കും. അധ്യായം 5: സ്വഭാവ രൂപീകരണവും വെല്ലുവിളികളും. നിങ്ങൾ സാധാരണയായി മാറ്റിവെക്കുന്ന പ്രവർത്തനമോ കാര്യമോ എന്താണ്? നാളെയാകാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ വിജയത്തിന്റെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത്. വ്യായാമം ചെയ്യുന്നതാണോ, കഠിനമായ ഒരു പ്രോജക്റ്റ് തീർക്കുന്നതാണോ, അതോ ഒരാളോട് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമാണോ നിങ്ങൾ എപ്പോഴും മാറ്റിവെക്കുന്നത്? കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് വെറും മടി കൊണ്ട് മാത്രമല്ല, ആ കാര്യത്തോടുള്ള ഭയം കൊണ്ടോ വിരസത കൊണ്ടോ ആകാം. നിങ്ങൾ മാറ്റിവെക്കുന്ന കാര്യങ്ങളുടെ ഒരു പാറ്റേൺ തിരിച്ചറിഞ്ഞാൽ ആ ശീലത്തെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താം. ഓർക്കുക, വിജയികൾ കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്തു തീർക്കുന്നവരാണ്. മാറ്റിവെക്കൽ അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വേഗത ഇരട്ടിയാകും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് എന്തിലാണ്? ഈ ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ബഹുമാനം തോന്നുന്ന ഒരു പോസിറ്റീവ് വശം ഉണ്ടാകും.
അത് നിങ്ങളുടെ സത്യസന്ധതയാകാം, പ്രതിസന്ധികളിൽ തളരാത്ത മനസ്സായിരിക്കാം, കഠിനാധ്വാനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള കാരുണ്യമായിരിക്കാം. നിങ്ങളുടെ ആ പ്ലസ് പോയിന്റ് എപ്പോഴും ഓർത്തു വയ്ക്കുക. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് കാത്തു നിൽക്കാതെ നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾ തന്നെ തിരിച്ചറിയണം. നിങ്ങളുടെ ആത്മവിശ്വാസം തകരുന്ന നിമിഷങ്ങളിൽ നിങ്ങളെ താങ്ങി നിർത്തുന്ന വലിയൊരു ആന്തരിക കരുത്തായി ഈ അഭിമാനബോധം മാറും. നിങ്ങളെ നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കും? ഒരു കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ബാഹ്യരൂപമല്ല നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു ചിത്രമുണ്ട്. അതിനെ സെൽഫ് ഇമേജ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ നിങ്ങളെ വിശേഷിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ഞാൻ ഒരു പരാജയമാണ്, എനിക്ക് എപ്പോഴും ദേഷ്യം വരും എന്നൊക്കെയാണോ? അതോ ഞാൻ കഠിനാധ്വാനിയാണ്, ഞാൻ പ്രതിസന്ധികളെ നേരിടുന്നവനാണ് എന്നൊക്കെയാണോ? നിങ്ങളുടെ സ്വയം വിശേഷിപ്പിക്കൽ നെഗറ്റീവ് ആണെങ്കിൽ അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ മാത്രമായിരിക്കും ഈ ലോകം നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ ചോദ്യം സ്വയം വിമർശനത്തിനുള്ളതാണ്. ആരും പൂർണ്ണരല്ല. നമ്മുടെ പെരുമാറ്റത്തിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നതോ നമ്മുടെ സ്വന്തം വളർച്ചയ്ക്ക് തടസ്സമാകുന്നതോ ആയ ചില വശങ്ങളുണ്ടാകും. അമിത കോപം, അക്ഷമ, മറ്റുള്ളവരെ പെട്ടെന്ന് സംശയിക്കുന്നത്, അല്ലെങ്കിൽ ഈഗോ. ഇതിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ്? സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനും അവ സമ്മതിക്കാനും തയ്യാറാകുന്നത് ബലഹീനതയല്ല, മറിച്ച് അത് വലിയൊരു ആന്തരിക ശക്തിയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ മനോഹരമാകുന്നത്. ഈ നിമിഷത്തിൽ ജീവിതത്തിൽ വിജയിക്കാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? സ്വപ്നം കാണാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അതിനായി ഇറങ്ങി പുറപ്പെടാൻ വലിയ പ്രതിബദ്ധത അഥവാ കമ്മിറ്റ്മെന്റ് വേണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി നിങ്ങൾ എത്രത്തോളം ത്യാഗം സഹിക്കാൻ തയ്യാറാണ്? വെറുതെ ആഗ്രഹിക്കുക മാത്രമാണോ ചെയ്യുന്നത്, അതോ ലക്ഷ്യത്തിനായി ദിവസവും അധ്വാനിക്കുന്നുണ്ടോ? പലരും പകുതി വഴിയിൽ വെച്ച് തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കാറുണ്ട്. നിങ്ങളുടെ സമർപ്പണത്തിന്റെ ആഴം അളക്കുക. 1 മുതൽ 10 വരെയുള്ള അളവിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കും എന്ന് നോക്കുക. വിജയം എന്നത് ഒരു ലോട്ടറിയല്ല, അത് കഠിനമായ പ്രതിബദ്ധതയുടെ ഫലമാണ്. ആവശ്യമെങ്കിൽ നിങ്ങളുടെ പ്രതിബദ്ധതയുടെ അളവ് കൂട്ടുക. അധ്യായം 6: ആരോഗ്യവും ആനന്ദവും. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ശാരീരിക മാനസിക ക്ഷേമം, ഊർജം, സ്വയം പരിപാലനം എന്നിവയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? നിങ്ങളുടെ ശരീരവും മനസ്സുമാണ് നിങ്ങൾ ജീവിക്കുന്ന ഏക വാടക വീട്. ബാക്കി എല്ലാം ഇതിനു പുറത്താണ്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? കരിയറിനും പണത്തിനും പിന്നാലെ പായുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അവഗണിക്കുന്നുണ്ടോ? നിങ്ങൾ ശരിയായ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ടോ? മാനസികമായി നിങ്ങൾ ശാന്തനാണോ, അതോ എപ്പോഴും സമ്മർദ്ദത്തിലാണോ? നിങ്ങളുടെ ഊർജ്ജസ്വലത, എനർജി ലെവൽ കുറവാണെങ്കിൽ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതിന്റെ സൂചനയാണത്. ആരോഗ്യമുള്ള ശരീരത്തിലും മനസ്സിലും മാത്രമേ വലിയ വിജയങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നു? പണവും പദവിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? ജീവിതം എന്നത് വെറുമൊരു ഓട്ടപ്പന്തയമല്ല, അത് ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ളതാണ്. നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ആനന്ദമുണ്ട്? നിങ്ങൾ ജീവിതം വെറുതെ ജീവിച്ചു തീർക്കുകയാണോ, അതോ ശരിക്കും ആസ്വദിക്കുകയാണോ? സന്തോഷം കുറവാണെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തുക. ബാഹ്യമായ വസ്തുക്കളിലല്ല, നിങ്ങളുടെ ചിന്തകളിലും കാഴ്ചപ്പാടുകളിലുമാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശീലിക്കുക. ഒരു ഭയത്തെ എന്നേക്കുമായി പിന്നിലാക്കാൻ അവസരം ലഭിച്ചാൽ അത് ഏത് ഭയമായിരിക്കും? ഭയം എന്നത് നിങ്ങളുടെ കാലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ ഇരുമ്പ് ചങ്ങല പോലെയാണ്. അത് നിങ്ങളെ മുന്നോട്ടോടാൻ അനുവദിക്കില്ല. പലതരത്തിലുള്ള ഭയങ്ങളുണ്ടാകാം. തോറ്റുപോകും എന്ന ഭയം, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം, ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും എന്ന ഭയം. നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ആ ഒരു പ്രധാന ഭയം, കോർ ഫിയർ എന്താണ്?
അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനോട് പോരാടാൻ ഉറച്ച് തീരുമാനിക്കുക. ഭയത്തിന്റെ മറുപുറത്താണ് വിജയമിരിക്കുന്നത്. ആ ചങ്ങല പൊട്ടിയാൽ നിങ്ങൾ ആകാശത്തേക്ക് സ്വതന്ത്രമായി പറന്നുയരും. നിങ്ങളുടെ ജീവിതത്തിലെ ഏതു മേഖലയിലാണ് ഒരു വലിയ മുന്നേറ്റം, ബ്രേക്ക് ത്രൂ നേടാൻ യഥാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലാകാം, കരിയറിലാകാം, ആരോഗ്യത്തിലാകാം, അല്ലെങ്കിൽ തകർന്ന ഒരു ബന്ധം വീണ്ടെടുക്കുന്നതിലാകാം. ഏത് മേഖലയിലാണ് നിങ്ങൾക്കിപ്പോൾ അടിയന്തരമായി ഒരു വലിയ വിജയം ഉണ്ടാകേണ്ടത്? എല്ലാം ഒന്നിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ആ ഒരു മേഖല കൃത്യമായി കണ്ടെത്തുക. അതിലേക്ക് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും സമയവും ഊർജവും കേന്ദ്രീകരിക്കുക. ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ പോസിറ്റീവാക്കി മാറ്റും. അധ്യായം 7. ജീവിതത്തിന്റെ സമഗ്രമായ വിലയിരുത്തൽ. 1 മുതൽ 10 വരെ മാർക്ക് കൊടുത്തുകൊണ്ട് താഴെ പറയുന്ന മേഖലകളിൽ നിങ്ങളെ തന്നെ വിലയിരുത്തുക. ജീവിതം എന്നത് ഒരു സൈക്കിൾ ചക്രം പോലെയാണ്. അതിന്റെ എല്ലാ വശങ്ങളും ഒരേപോലെ ശക്തമാകുമ്പോഴേ ജീവിതം സുഗമമായി മുന്നോട്ടു പോകൂ. സാമൂഹിക ജീവിതം, ജോലി, കുടുംബം, വ്യക്തിബന്ധങ്ങൾ, ഇവയിൽ 1 മുതൽ 10 വരെയുള്ള മാർക്കുകളിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം രേഖപ്പെടുത്തുക. ഈ മാർക്കുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിന്റെ ബാലൻസ് എവിടെയാണ് തെറ്റുന്നത് എന്ന്. കരിയറിൽ 9 മാർക്കും കുടുംബത്തിൽ 3 മാർക്കും ആണെങ്കിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി കുടുംബത്തെ അവഗണിക്കുകയാണെന്ന് വ്യക്തം. ഇത്തരത്തിലുള്ള കുറവുകൾ മനസ്സിലാക്കി ജീവിതത്തെ സമഗ്രമായി മുന്നോട്ട് നയിക്കുക. ഒരു മേഖലയും അവഗണിക്കാതെ എല്ലാ മേഖലകളിലും തുലനാവസ്ഥ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. ഇങ്ങനെ സ്വയം വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം ഹൃദയത്തിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.